ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടൊക്കെ ഇരിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കണം. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഇപ്പോൾ കർക്കിടക മാസമാണ്. അപ്പം നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്നൊരു മരുന്നുണ്ടയുടെ റെസിപ്പിയാണ്. നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അരിയും അതുപോലെ തന്നെ ഉലുവ, എള്ള്, ആശാളി ഇതുപോലെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ വറുത്ത് പൊടിച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. നല്ല ഹെൽത്തിയുമാണ്. അപ്പോൾ നിങ്ങളൊന്ന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചാനലിൽ കുറേയധികം കർക്കിടക റെസിപ്പീസൊക്കെ ഇട്ടിട്ടുണ്ട്. മരുന്ന് കഞ്ഞി, അതുപോലെ തന്നെ പത്തിലത്തോരൻ, കുറേ കഞ്ഞിയുള്ള റെസിപ്പികളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരാണെങ്കിൽ അതും കൂടി കണ്ട് നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ മരുന്നുണ്ട ഉണ്ടാക്കാൻ തുടങ്ങാം. മരുന്നുണ്ടയ്ക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് അരിയാണ്. അരി ഞാനിവിടെ എടുത്തിരിക്കുന്നത് മട്ട റൈസാണ്. നമ്മൾ സാധാരണ ചോറൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന അരി. അതിന് പകരമായിട്ട് നമുക്ക് നവരരിയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് അരി വേണമെങ്കിലും എടുക്കാം. അരി ഒരു 3-4 പ്രാവശ്യം നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളമെല്ലാം കളഞ്ഞൊന്ന് ഡ്രൈ ആക്കി എടുത്തതാണിത്. ഇനി നമുക്ക് വേണ്ടത് കറുത്ത എള്ള് അഥവാ ബ്ലാക്ക് സെസമി സീഡാണ്. ഇത് ഞാൻ എടുത്തിരിക്കുന്നത് 1/2 കപ്പാണ്. ഇത് നന്നായിട്ട് കഴുകി ഉണക്കിയെടുത്തതാണ്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് 1/4 കപ്പ് ചെറിയ ജീരകമാണ്. ഇത് ആശാലയാണ്. ഇത് ഞാൻ 1/4 കപ്പാണ് എടുത്തിരിക്കുന്നത്. ആശാല നമ്മൾ ഇംഗ്ലീഷിൽ ഗാർഡൻ ക്രസ് എന്നാണ് പറയുന്നത്. ഇതെല്ലാം മരുന്ന് കടയിലും സാധാരണ കടകളിലൊക്കെ ഇത് വാങ്ങാൻ കിട്ടും. നമ്മളിപ്പോൾ കർക്കിടക കഞ്ഞി ഉണ്ടാക്കുന്നതിൽ ഇത് യൂസ് ചെയ്യാറുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഉലുവ അഥവാ ഫെനുഗ്രിക് സീഡ്സ് ആണ്. ഉലുവയെ ഒന്ന് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഉണക്കിയെടുത്തതാണ്. ഇത് അയമോദകമാണ്. ഇതിന് അജ്വൈൻ എന്നും പറയും. ഇത് 1/4 കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അയമോദകം കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് നോർത്ത് ഇന്ത്യൻസ് ആണ്. അവരുടെ ചപ്പാത്തി അതുപോലെ പൂരിയുടെ മാവൊക്കെ കുഴക്കുന്ന സമയത്ത് അവരിത് യൂസ് ചെയ്യാറുണ്ട്. വളരെയധികം ഹെൽത്തി ബെനിഫിറ്റ്സ് ഉള്ള ഒരു ഫീഡാണ് അയമോദകം. ഉണ്ടാക്കി നല്ലൊരു ടേസ്റ്റും നല്ലൊരു ഫ്ലേവറും എല്ലാം കിട്ടാൻ വേണ്ടി ഞാൻ ഇതിലേക്ക് 8 ഏലക്കയും 2 ഈ സൈസിലുള്ള ചുക്കിൻ്റെ കഷ്ണവും കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഉണ്ടാക്കായിട്ട് നമ്മളിവിടെ ഒരു 400 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. ശർക്കര ഞാൻ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് ചീകിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉരുക്കിയെടുക്കാൻ പറ്റും. ഇതിലേക്ക് ഒരു 3/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി അതൊന്ന് നന്നായിട്ട് ഉരുക്കിയെടുക്കണം. ഇനി ഇതിലേക്ക് വേണ്ട തേങ്ങ ചിരവിയതാണ്. ഞാൻ ഇതിലേക്ക് ഒരു 2.5 കപ്പ് തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് അരിയും അതിൻ്റെ കൂടെ എടുത്ത് വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടാകുമ്പോൾ നമുക്ക് ആദ്യം അതിലേക്ക് അരി ഇട്ട് കൊടുക്കണം. അരി ചേർത്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് അരി നന്നായിട്ട് വറുത്തെടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സ്റ്റവിൻ്റെ ഫ്ലെയിം കൂട്ടിയും കുറച്ചും വെച്ച് അരി നല്ല ക്രിസ്പി ആയിട്ട് വറുത്തെടുക്കണം. അരിയെല്ലാം നന്നായിട്ട് പൊട്ടി വരും, അതുവരെ നമ്മൾ വറുത്തെടുക്കണം. അതാണ് കറക്റ്റ് പാകം. ഇപ്പോൾ അരി നന്നായിട്ട് പൊട്ടി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ വീഡിയോയിൽ എൻ്റെ സൗണ്ടൊക്കെ കേൾക്കാൻ പറ്റും. അപ്പോൾ അരിയുടെ സൈഡെല്ലാം ഇതുപോലെ തന്നെ വെളുത്ത കളറായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ അരിയും പൊട്ടി ഇപ്പം നന്നായിട്ട് ക്രിസ്പി ആയിട്ടും ചെറിയൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിൽ നിന്ന് ഒരു അരി നമുക്ക് വായിലിട്ട് കടിച്ച് നോക്കിയാൽ അറിയാം നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം ഇത് ഒരു പ്ലേറ്റിലേക്ക് കോരി മാറ്റാം. ഇനി ഈ ചീനച്ചട്ടിയിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കറുത്തെള്ള ഇട്ട് കൊടുക്കാം. കറുത്തെള്ള ഇട്ടതിന് ശേഷം അതൊന്ന് നന്നായിട്ട് വറുത്തെടുക്കണം. എള്ളിട്ടതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് വറുത്തെടുക്കണം. എള്ള് പെട്ടെന്ന് വറുത്തെടുക്കാൻ പറ്റും, കൂടുതൽ സമയമൊന്നും വേണ്ട. എള്ള് പൊട്ടി വരാൻ തുടങ്ങും. ഈ സമയത്ത് നമുക്ക് കോരി മാറ്റാം. ഇനി ചീനച്ചട്ടിയിലേക്ക് നമുക്ക് അയമോദകം കൂടി ഇട്ട് നന്നായിട്ട് വറുത്തെടുക്കാം. അയമോദകം ചേർത്തൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് വറുത്തെടുക്കണം. അയമോദകം പെട്ടെന്ന് വറുത്തെടുക്കാൻ പറ്റും. അയമോദകം ഇപ്പോൾ പാകമായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് പ്ലേറ്റിലേക്ക് കോരി മാറ്റാം. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചെറിയ ജീരകം ചേർത്ത് നന്നായിട്ട് വറുത്തെടുക്കണം. ജീരകമൊന്നും കരിഞ്ഞ് കളറൊന്നും മാറിപ്പോകരുത്. നല്ലൊരു ക്രിസ്പി ആയിട്ട് വന്നാൽ മതി. ഇത് ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് കോരി മാറ്റാം. ഇനി ചീനച്ചട്ടിയിലേക്ക് നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവയും ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് വറുത്തെടുക്കണം. ഉലുവയും കൂടുതൽ കരിഞ്ഞൊന്നും പോകരുത്. പുറമൊക്കെ ഒരു ചെറിയ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതും കോരി മാറ്റാം. ഇനി ചീനച്ചട്ടിയിലേക്ക് നമുക്ക് ആശാളിയും കൂടി ഇട്ട് കൊടുക്കാം. ആശാളി ചേർത്തൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് വറുത്തെടുക്കണം.
ആശാളി ഇപ്പോൾ പൊട്ടി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ചുക്കും ഏലക്കയും കൂടി ചേർത്ത് ഒന്നുകൂടി വറുത്തെടുക്കണം. ആശാളിയും ഏലക്കയും ചുക്കും എല്ലാം മൂത്ത് പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം എല്ലാ ഇൻഗ്രീഡിയൻസും ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കണം. തണുത്തതിന് ശേഷം വേണം ഒന്ന് പൊടിച്ചെടുക്കാനായിട്ട്. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ശർക്കര സ്റ്റൗവിൽ വെച്ച് നന്നായിട്ട് ഉരുക്കിയെടുക്കണം. ഇപ്പോൾ ശർക്കരയൊക്കെ നന്നായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. തിളച്ച അതിൻ്റെ കട്ടയൊക്കെ നന്നായിട്ട് ഉരുകി വരണം. ഇപ്പോൾ വറുത്തെടുത്ത ഇൻഗ്രീഡിയൻസ് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കണം. ആദ്യം നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന അരി മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി മിക്സി മൂടി ഇതൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കണം. നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കണമെന്നില്ല, ചെറിയ തരിയോടുകൂടി പൊടിച്ചെടുത്താലും മതി. ഇപ്പോൾ അരി പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അരി പൊടിച്ചിരിക്കുന്നത് ചെറിയൊരു തരിയോടുകൂടിയാണ്. ഇനി മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഇട്ട് കൊടുക്കാം. വലിയ ജാറായതുകൊണ്ട് ഞാൻ എല്ലാം കൂടി ഇട്ടിട്ടാണ് അങ്ങോട്ട് പൊടിച്ചെടുക്കുന്നത്. ഉലുവ, ചെറിയ ജീരകം, കറുത്ത എള്ള്, അയമോദകം കൂടി നമ്മളിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ആശാളിയും ഏലക്കയും ചുക്കും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ ഉപയോഗിക്കുന്ന മിക്സിയുടെ ജാറ് ചെറുതാണെങ്കിൽ ഒരു 2-3 പ്രാവശ്യമായിട്ടൊക്കെ പൊടിച്ചെടുത്താൽ മതി. എൻ്റെ ജാറ് കുറച്ച് വലുതായതുകൊണ്ട് ഞാൻ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ ഒന്നിച്ചിട്ടാണ് പൊടിക്കുന്നത്. ഇനി ഇതൊന്നും നന്നായിട്ട് പൊടിച്ചെടുക്കണം. ഇത് നല്ല ഫൈൻ പൗഡറൊന്നും ആവേണ്ട ആവശ്യമില്ല, തരിയൊരുപ്പായിട്ട് പൊടിച്ചെടുത്താൽ മതി. ഇപ്പോൾ എല്ലാം കൂടി കാണുന്ന പോലെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ തരികളോടുകൂടിയാണ് പൊടിച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് പൊടിച്ചു വെച്ചിരിക്കുന്ന അരിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ചിരവിതും കൂടി ഇട്ട് കൊടുക്കണം. തേങ്ങ ചിരവിത് ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കണം. കൂടുതൽ അരഞ്ഞു പോകരുത്. നമ്മൾ തോരനൊക്കെ അരച്ചെടുക്കുന്ന പോലെ ഒന്ന് അരച്ചെടുത്താൽ മതി. ഇപ്പോൾ തേങ്ങ ഈ കാണുന്ന പോലെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസിലേക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങ ചതച്ചത് ഇട്ടതിന് ശേഷം കയ്യോ സ്പൂണോ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഇപ്പോൾ ശർക്കരയെല്ലാം നന്നായിട്ട് ഉരുകി ചെറുതായിട്ട് കുറുകി തുടങ്ങിയിട്ടുണ്ട്. ശർക്കര നൂൽ പരുവമൊന്നും ആകേണ്ട ആവശ്യമില്ല. നമ്മൾ കൈകൊണ്ട് തൊട്ട് നോക്കുമ്പോൾ ഒട്ടുന്ന പാകമായാൽ മതി. ഈ സമയത്ത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര നമുക്ക് ചെറിയ ചൂടോടെ തന്നെ ഈ പൊടിച്ചു വെച്ചിരിക്കുന്ന പൊടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നതാണ് നല്ലത്. ശർക്കരയിൽ ചിലപ്പോൾ കല്ലും മണ്ണുമെല്ലാം കാണും. ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര മുഴുവൻ ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. കുറച്ചൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പിന്നീട് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഒഴിച്ചെടുത്ത ശർക്കര പാനി പൊടിയും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ശർക്കര പൊടിയിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് കുറേശ്ശെ മാവ് കയ്യിലെടുത്ത് ചെറിയൊരു ചെറുനാരങ്ങയുടെ വലുപ്പത്തിൽ ഇതുപോലെ ഉരുട്ടിയെടുക്കുക. വേണമെങ്കിൽ നമുക്ക് ചെറിയ സൈസിൽ ഉരുട്ടിയെടുക്കാം. ഞാനിപ്പോൾ ഈ സൈസിലാണ് ഉരുട്ടിയെടുത്തിരിക്കുന്നത്. ഏകദേശം ഒരു 30 ഉണ്ട ഇതുപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ സൈസിലാണെങ്കിൽ, ചെറിയ ഉണ്ടയാണെങ്കിൽ നമുക്ക് കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ എല്ലാ ഉണ്ടയും നമ്മൾ ഈ കാണുന്ന പോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് നല്ല ഹെൽത്തി ആയിട്ടും ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ ഈ കർക്കിടകത്തിൽ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. വീണ്ടും ഇതുപോലെ നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക്